കൊച്ചിയിൽ യുവസിനിമാ സംവിധായകരിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ, ഇവരുടെ സുഹൃത്തായ ഷാലിഫ് മുഹമ്മദ് എന്നിവരാണ് 1.6 ഗ്രാം കഞ്ചാവുമായി പിടിയിലായത്. ഇവർ താമസിച്ചിരുന്ന ഫ്ളാറ്റ് ഉടമയായ സംവിധായകൻ സമീർ താഹിറിനെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. രഹസ്യവിവരത്തെ തുടർന്ന് പുലർച്ചെ 2 മണിയോടെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരും ഇവർക്കൊപ്പമുണ്ടായിരുന്ന ഷാലിഫ് മുഹമ്മദ് എന്നയാളും അറസ്റ്റിലായത്. മൂവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജാമ്യത്തിൽ വിട്ടു. ഇവർക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയ ആളെക്കുറിച്ച് അന്വേഷണം ഊർജിതമാക്കിയതായി എറണാകുളം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ KV പ്രമോദ് പറഞ്ഞു. ഇവർക്ക് കൊടുത്തതിനെ പറ്റി ചില സൂചനകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ഇന്ന് നാളെയായിട്ട് കൂടുതൽ അന്വേഷണം നടത്തും. ഇതിനകത്തിൽ കൂടുതൽ ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ പിടിക്കാനുള്ള എല്ലാ നടപടികളും എക്സൈസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അറസ്റ്റിലായ യുവ സംവിധായകർ താമസിച്ചിരുന്നത് സംവിധായകനായ സമീർ താഹിറിന്റെ ഫ്ളാറ്റിലാണ്. NDPS ആക്ട് പ്രകാരം ലഹരി ഉപയോഗത്തിന് സ്ഥലം കൊടുക്കുന്നതും കുറ്റകരമാണ്. സമീർ താഹിറിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞു. ഇന്നത്തെ സംഭവത്തിൽ ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. ലഹരിയുമായി ബന്ധപ്പെട്ട് ഈ മാസം 21 മുതൽ 30 വരെ പ്രത്യേക പരിശോധന നടക്കുന്നുണ്ട്. തല്ലുമാല, ആലപ്പുഴ ജിംഖാന തുടങ്ങിയ സിനിമകളുടെ സംവിധായകനാണ് ഖാലിദ് റഹ്മാൻ. തമാശ, ഭീമന്റെ വഴി തുടങ്ങിയ സിനിമകളുടെ സംവിധായകനാണ് അഷ്റഫ് ഹംസ. അമൃത ന്യൂസ്, കൊച്ചി.